Hi children, ഇന്നിവിടെ ലേണിംഗ് ദ ഗെയിം എന്ന പാഠത്തിൻ്റെ കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സിൽ പഠിപ്പിച്ച ഭാഗങ്ങളുടെ തർജ്ജിമയാണ്. അതായത് പാരഗ്രാഫ് 4 to 6. അപ്പോൾ ഇദ്ദേഹത്തിന് ആർക്കേക്കർ സാറിൻ്റെ അടുത്ത് പരിശീലനത്തിന് അജിത്ത് കൊണ്ടുപോവുകയും സാറ് എൻ്റെ ബാറ്റിംഗ് കണ്ടതിന് ശേഷം സച്ചിന് പരിശീലനം കൊടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ശിവാജി പാർക്കിൽ എന്നും രാവിലെയും വൈകുന്നേരവുമായിട്ട് 2 സെഷൻ പരിശീലനം ഉണ്ടായിരുന്നു. അപ്പോൾ സച്ചിന് രാവിലെ 7:30 മുതൽ 10:30 ഈ സമയത്തിൻ്റെ ഇടയ്ക്കാണ് സച്ചിന് പരിശീലനത്തിന് പോകേണ്ടിയിരുന്നത്. അപ്പോൾ രാവിലെ 7:30-ക്കും 10:30-ക്കും ഇടയ്ക്കാണ് ആദ്യത്തെ പരിശീലനത്തിൻ്റെ സമയം. അപ്പോൾ ഇവൻ എന്ന് രാവിലെ 7:30-ക്കും 10:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത് പരിശീലനത്തിന് പോകേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 40 മിനിറ്റോളം ബസ് യാത്ര ചെയ്താലേ ഇവന് ശിവാജി പാർക്കിൽ എത്താൻ കഴിയും. ഇപ്പം രാവിലെ ഈ 10:30-ക്കുള്ള പരിശീലനം കഴിഞ്ഞതിന് ശേഷം ഇവൻ ഉച്ചയോടെ വീട്ടിലെത്തുകയും പിന്നെ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വൈകുന്നേരം ഒത്തിരി നേരം വൈകുന്നത് വരെ പരിശീലനം ഉണ്ടായിരുന്നു. രാവിലെ 7:30-ക്കും 10:30-ക്കും ഇടയിലുള്ള പരിശീലനം കഴിഞ്ഞ് അവൻ ഉച്ചയോടുകൂടി വീട്ടിലെത്തി. ഉച്ച തിരിഞ്ഞിട്ട് വീണ്ടും വൈകുന്നേരം ഒരുപാട് സമയം വൈകുന്നത് വരെ പരിശീലനം ഉണ്ടായിരുന്നു. ഇപ്പോൾ വൈകുന്നേരത്തെ പരിശീലനം കഴിയുന്ന സമയമാകുമ്പോഴേക്കും ഇവൻ നല്ല ക്ഷീണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവൻ്റെ ബാന്ദ്രയിലുള്ള വീട്ടിൽ നിന്നും ശിവാജി പാർക്കിലേക്ക് ഏകദേശം 40 മിനിറ്റ് യാത്ര ചെയ്താൽ മാത്രമേ ശിവാജി പാർക്കിൽ എത്താൻ കഴിയൂ. അപ്പോൾ ഇവന് അതിരാവിലെ തന്നെ ഒരു ബസ് കയറേണ്ടി വന്നു. ഒരു ബസ്സിൽ കയറി യാത്ര ചെയ്ത് അതിരാവിലെ ഒരു ബസ്സിൽ കയറി യാത്ര ചെയ്താൽ മാത്രമേ 7:30-ക്ക് ശിവാജി പാർക്കിൽ എത്താൻ കഴിയൂ. അപ്പം ഈ ദിനചര്യയോട് അവനെ പൊരുത്തപ്പെടുത്താനായിട്ട് ആദ്യം കുറച്ച് ദിവസം അവൻ്റെ സഹോദരനായ അജിത്തും കൂടെ ഇവൻ്റെ കൂടെ പോകുമായിരുന്നു. അപ്പം അജിത്ത് ഈ ബസ് യാത്രയുടെ ഇടയ്ക്ക് ഇവന് ഒരുപാട് ബാറ്റിങ്ങിനെ കുറിച്ചുള്ള സൂക്ഷ്മ തലങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. നോൺസെൻസ് എന്ന് പറഞ്ഞാൽ നോൺസെൻസ്, NUANCS, നോൺസെൻസ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതലങ്ങൾ. അപ്പോൾ ഈ ബസ് യാത്രയിലുടനീളം ഈ അജിത്ത്, അവൻ്റെ സഹോദരനായ അജിത്ത് ബാറ്റിങ്ങിനെ കുറിച്ചുള്ള സൂക്ഷ്മതലങ്ങളെക്കുറിച്ച് സച്ചിന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. സച്ചിൻ ഈ സംഭാഷണം ആവുന്നോളം ആസ്വദിച്ചു. ശരിക്കും പറഞ്ഞാൽ സച്ചിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലുടനീളം അവൻ ഒരു നിധിയായിട്ട് കൊണ്ടു നടന്ന ഒരു സാധനമുണ്ട്. അതെന്തോന്നാണ്? ഈ അജിത്ത് ബാറ്റിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് ചിന്തകൾ അടങ്ങിയ ഒരു കുറിപ്പ് സച്ചിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു നിധി പോലെ ബാറ്റിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് ചിന്തകൾ അടങ്ങിയ ഒരു കുറിപ്പ് സച്ചിന് ഈ അജിത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു നിധി പോലെ സച്ചിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലുടനീളം അത് കൊണ്ടു നടന്നു. പിന്നെ വ്യക്തിപരമായ ഒരു പരിശീലനത്തിനും കൂടെ ഈ ചെറു പുസ്തകം ഒരു ഉപകാരമായിട്ട് സച്ചിന് തോന്നി. വ്യക്തിപരമായ പരിശീലനത്തിനും ഈ അജിത്ത് കൊടുത്ത ബാറ്റിങ്ങിനെ കുറിച്ചുള്ള ചിന്തകൾ അടങ്ങിയ കുറിപ്പിൻ്റെ ആ ഒരു ചെറു പുസ്തകം, ലേണിംഗ് മാനുവൽ എന്ന് പറഞ്ഞാൽ ചെറു പുസ്തകം, അവന് എന്നും ഒരു പ്രത്യേകം പേഴ്സണലായിട്ട് വ്യക്തിപരമായി പരിശീലനം നടത്തുന്നതിനും ഇത് ഒരു ചെറു പുസ്തകം, ഈ ഒരു ചെറിയ പുസ്തകം സച്ചിന് വളരെയധികം
പ്രയോജനകരമായിട്ട് തോന്നി. പിന്നെ ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക് ഇവന് ആകെ ഒരു ജോഡി ക്രിക്കറ്റ് ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എന്ന് രാവിലെ പരിശീലനത്തിന് പോയതിന് ശേഷം ഇവൻ തിരിച്ച് ഉച്ചയോടുകൂടി വരികയും അത് നനച്ചിടുകയും ചെയ്തു. അപ്പം ഇവൻ ഉച്ച ഭക്ഷണം കഴിക്കുന്ന സമയമാകുമ്പോഴേക്കും ഈ ഡ്രസ്സ് ഉണങ്ങുകയും വീണ്ടും അവൻ വൈകുന്നേരത്തെ സെഷന് പോകാനായിട്ട് ആ ഡ്രസ്സ്, വെയിലത്ത് ഉണങ്ങിക്കിടക്കുന്ന ഡ്രസ്സ് ഉച്ചയോടെ ആകുമ്പോഴത്തേക്കും, രാവിലെ പരിശീലനത്തിന് പോയിട്ട് വന്നതിന് ശേഷം അവൻ നനച്ചിടും. ഉച്ച ഊണൊക്കെ കഴിഞ്ഞ് അവൻ വൈകുന്നേരത്തെ സെഷന് പോകുന്നതിന് മുമ്പ് തന്നെ വെയിലത്ത് കിടന്ന് തുടങ്ങും. അവൻ വീണ്ടും ഉച്ചയ്ക്ക് ശേഷം ആ ഡ്രസ്സ് ഉണങ്ങിയതിന് ശേഷം എടുത്ത് ഇട്ടുകൊണ്ടാണ് വൈകുന്നേരത്തെ പരിശീലനത്തിന് പോകുന്നത്. വൈകുന്നേരത്തെ പരിശീലനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീണ്ടും നനച്ചിടും. അത് ഉണങ്ങി പിറ്റേന്ന് രാവിലെ വീണ്ടും അതെടുത്തിട്ടുകൊണ്ട് പോകും. അങ്ങനെയാണ് അവൻ ചെയ്യാറുള്ളത്. അപ്പം ആ ഒരു സിസ്റ്റം, ആ ഒരു സമ്പ്രദായം അവന് പ്രയോജനകരമായിട്ട് തോന്നി. അപ്പം ആ ശിവജി പാർക്കിലെ ആ പരിശീലനം വളരെ കർശനമായിരുന്നു. റിഗറസ് എന്ന് പറഞ്ഞാൽ കർക്കശമായിരുന്നു. അപ്പം മുടങ്ങാതെ അവനത് പങ്കെടുത്തിരുന്നു. അപ്പം അവൻ്റെ ആകെ ഉള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഒരു ജോഡി ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. രാവിലത്തെ പരിശീലനം കഴിഞ്ഞ് അത് നനച്ചിടുകയും ഉച്ചയോടുകൂടി അത് വെയിലത്തിടന്നുണങ്ങുകയും ഉച്ചയ്ക്ക് ശേഷം അതിനെ വീണ്ടും എടുത്തിട്ടുകൊണ്ട് പോയി വൈകുന്നേരം വരെ ഒത്തിരി വൈകി കളിച്ചതിന് ശേഷം വീണ്ടും വൈകിട്ട് വന്ന് അത് കഴുകിയിട്ട് പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ അത് വീണ്ടും എടുത്തിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമ്പ്രദായം അവൻ നല്ലവണ്ണം പ്രാവർത്തികമാക്കാൻ അവൻ സാധിച്ചു. പക്ഷെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അവൻ്റെ പോക്കറ്റ് മാത്രം നേരെ കൃത്യസമയത്ത് ഉണങ്ങാറില്ല. അപ്പം ഈ ക്യാമ്പിലുടനീളം, ഈ ക്യാമ്പ് തീരുന്നത് വരെയും അവൻ ഈ നനഞ്ഞ പോക്കറ്റുമായിട്ടാണ് അവന് കളിക്കാൻ വിധിക്കപ്പെട്ടിരുന്നത്. കാരണം പോക്കറ്റ് നല്ല കട്ടിയുള്ള ഭാഗമായതുകൊണ്ട് ആ പോക്കറ്റിൻ്റെ ഭാഗം പെട്ടെന്ന് ഉണങ്ങാൻ സാധിക്കില്ല. അതുകൊണ്ട് നനഞ്ഞ പോക്കറ്റോടുകൂടി മാത്രമാണ് ആ ക്യാമ്പിലുടനീളം, ആ ക്യാമ്പ് തീരുന്നത് വരെയും അവൻ നനഞ്ഞ പോക്കറ്റുമായിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ ക്യാമ്പിൻ്റെ ഏകദേശം പകുതി ഭാഗം കഴിഞ്ഞപ്പോഴേക്കും ആർക്കിക്ക സാറ് ഇവൻ്റെ ആ ബാറ്റിങ്ങിൽ സജീവമായ ഒരു ശ്രദ്ധ ചെലുത്തുന്നുണ്ടായിരുന്നു. ഇവനെ നല്ലവണ്ണം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു വർഷം തുടർച്ചയായി പരിശീലിച്ചു കഴിഞ്ഞാൽ ഈ നല്ലൊരു ക്രിക്കറ്റ് കളിക്കാരനാവാനുള്ള സാമർഥ്യം ഈ സച്ചിന് ഉണ്ട് എന്ന് ഈ ആർക്കേക്കർ സാർ തിരിച്ചറിയുകയും 2 മാസത്തിനൊടുവിൽ ആ കാര്യം സച്ചിൻ്റെ സഹോദരനായ ആദിത്യനെ ആർക്കേക്കർ സാർ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ക്യാമ്പിൻ്റെ ഏകദേശം പകുതി ആയപ്പോഴേക്കും സാർ ഇവനെ വാച്ച് ചെയ്യുകയും ഇവൻ്റെ ബാറ്റിങ്ങിൻ്റെ ആ ഒരു കഴിവ് മനസ്സിലാക്കിയിട്ട് വർഷത്തിലുടനീളം ഒരു വർഷം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇവന് നല്ല ഒരു ബാറ്റ്സ്മാൻ ആകാൻ കഴിയും എന്നുള്ള കാര്യം അജിത്തിനെ അറിയിക്കുകയും ചെയ്തു 2 മാസം കഴിഞ്ഞപ്പോഴേക്കും. പിന്നെ സച്ചിൻ ക്രിക്കറ്റ് കളി ഗൗരവമായി എടുക്കുകയാണെങ്കിൽ സച്ചിൻ ഇപ്പോൾ പഠിക്കുന്ന ബാന്ദ്രയിലെ ന്യൂ ഇംഗ്ലീഷ് സ്കൂളിൽ നിന്നും സ്കൂള് മാറുന്ന കാര്യത്തിലും സാറിന് എതിരഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. സാറ് ഇവൻ ക്രിക്കറ്റ് ഗൗരവമായി എടുക്കുകയാണെങ്കിൽ ഇവന് നല്ലൊരു കളിക്കാരനാകാനുള്ള ഭാവി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ സാറ് അത് അജിത്തിനെ അറിയിക്കുന്നതോടൊപ്പം തന്നെ ബാന്ദ്രയിൽ ഇപ്പം അവൻ പഠിക്കുന്ന ന്യൂ ഇംഗ്ലീഷ് സ്കൂളിൽ ക്രിക്കറ്റ് പരിശീലനത്തിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് സച്ചിൻ ക്രിക്കറ്റ് കളി ഗൗരവമായിട്ട് എടുക്കുകയാണെങ്കിൽ സ്കൂൾ മാറുന്നതിൻ്റെ കാര്യത്തിലും സാറിനെതിരഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ദിവസം വൈകിട്ട് സാറ് സച്ചിൻ്റെ അച്ഛനെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അതായത് സച്ചിന് നല്ലൊരു കളിക്കാരനാകാനുള്ള എല്ലാ പൊട്ടൻഷ്യൽ മീൻസ് സാമർഥ്യം ഉണ്ടെന്നും അതുപോലെ
അവന് നല്ല പരിശീലനം കൊടുത്തു കഴിഞ്ഞാൽ അവൻ അതിസമർത്ഥനായ ഒരു കളിക്കാരനായി മാറും. അതിന് സ്കൂള് മാറുന്നതാണ് നല്ലത് എന്നുള്ള ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചു. അപ്പം അന്നേരം അച്ഛൻ്റെ കൂടെ സച്ചിൻ്റെ സഹോദരനായ അജിത്തും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും ആ അഭിപ്രായത്തിനോട് യോജിച്ചു. അപ്പം സച്ചിൻ കളി ഗൗരവമായിട്ട്, ക്രിക്കറ്റ് കളി ഗൗരവമായിട്ട് എടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ സ്കൂള് മാറുന്നതിൽ തനിക്ക് യാതൊരു എതിർപ്പുമില്ല എന്ന് സച്ചിൻ്റെ അച്ഛൻ സച്ചിനോട് പറയുകയും അതനുസരിച്ച് തനിക്ക് ക്രിക്കറ്റിൽ താല്പര്യമുണ്ടെന്നും താൻ നല്ലവണ്ണം പരിശീലിച്ച് അത് നേടിയെടുക്കും എന്നുള്ള ഒരു ഉറപ്പ് കൊടുത്തതുകൊണ്ട് ശാരദാശ്രം മന്ദിറിൽ നിന്നും അവന് ഒരു സ്കൂൾ മാറ്റം അനിവാര്യമാണ് എന്ന്, ശാരദാശ്രം മന്ദിറിലേക്ക് ഒരു സ്കൂൾ മാറ്റം അനിവാര്യമാണ് എന്ന് സച്ചിൻ്റെ അച്ഛനും സഹോദരനും കൂടെ തീരുമാനിച്ചു. അപ്പം ഇപ്പം അവൻ പഠിക്കുന്നത് ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ ബാന്ദ്രയിലാണ്. അവിടെ ക്രിക്കറ്റ് കളിക്ക് യാതൊരുവിധ പരിശീലനങ്ങളും ഇല്ല. അപ്പം സച്ചിൻ നല്ലൊരു കളിക്കാരനാകാനുള്ള ഭാവി ഉണ്ടെന്ന് സാർ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അച്ഛനും സഹോദരനും കൂടി പറഞ്ഞു, നീ ക്രിക്കറ്റ് കളി ഗൗരവമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ പഠിക്കുന്ന ന്യൂ ഇംഗ്ലീഷ് സ്കൂളിൽ നിന്നും നിന്നെ മാറ്റി ശാരദാശ്രം മന്ദിറിലേക്ക് നിന്നെ ചേർക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം ശാരദാശ്രം മന്ദിറിൽ ക്രിക്കറ്റ് കളിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ്. അപ്പം അച്ഛൻ പറഞ്ഞു, നീ ക്രിക്കറ്റ് ഗൗരവമായിട്ട് എടുക്കുകയാണെങ്കിൽ മാത്രം ഒരു സ്കൂൾ മാറ്റത്തിന് എനിക്ക് യാതൊരു എതിർപ്പും ഇല്ല. നീ ശാരദാശ്രം മന്ദിറിലേക്ക് മാറിക്കോളൂ. അപ്പം സച്ചിൻ അത് സമ്മതിക്കുകയും തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അമിത ഊർജത്തെ ഒരു സുരക്ഷാ വാൽവ് പോലെ സൂക്ഷിച്ചിരുന്ന ക്രിക്കറ്റിലേക്ക് അവൻ തിരിച്ചുവിടുകയും ചെയ്തു. ക്രിക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്വപ്നം എന്നും സച്ചിൻ്റെ ഒരു സുരക്ഷാ വാൽവായിട്ടാണ് സച്ചിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചിരുന്നത്. അപ്പം സച്ചിൻ്റെ ഉള്ളിലെ അമിതമായ ഊർജത്തെ ഈ സുരക്ഷാ വാൽവായിട്ട് പ്രവർത്തിച്ചിരുന്ന ആ ക്രിക്കറ്റിലേക്ക് വഴിതിരിച്ചു വിടാൻ സച്ചിൻ തീരുമാനിച്ചു. അതിൻ്റെ ഫലമായി അവൻ ശാരദാശ്രം മന്ദിറിലേക്ക് മാറുകയും ചെയ്തു. അപ്പോൾ അവൻ്റെ അച്ഛൻ അവനോട് പറഞ്ഞ ഒരു ഉപദേശം എന്ന് പറയുന്നത്, ക്രിക്കറ്റ് നീ ഗൗരവമായിട്ട് എടുക്കുകയാണെങ്കിൽ അതിനു വേണ്ടി പ്രയത്നിക്കണം. ഫലം കാത്തു നിൽക്കാതെ, ഫലം എന്തോ ആയിക്കോട്ടെ, ഫലത്തിനെ കുറിച്ച് ആലോചിക്കാതെ നല്ലവണ്ണം പ്രയത്നിച്ച് അധ്വാനിച്ച് നീ നിന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരണം എന്നായിരുന്നു സച്ചിൻ്റെ അച്ഛൻ എപ്പോഴും അവനോട് പറഞ്ഞിരുന്നത്. അപ്പം ഇത്രയും ഭാഗമാണ് കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സിൽ എടുത്തത്. അപ്പോൾ അത് ഇംഗ്ലീഷിൽ കൂടി പറഞ്ഞുതരാൻ. At Shivaji Park, 2 sessions are there in morning and evening. In the morning from 7:30 to 10:30, Sachin had to go for training, and the training was very rigorous, and it took 40 minutes to travel from Bandra, his home, to Shivaji Park. And every morning after 10:30 he will come back, and in the afternoon after having his lunch he will go again in the evening until late in the evening he will practice, and by that time he will be completely exhausted. So in order to travel from his home Bandra to that Shivaji Park, it took 40 minutes, and he had to catch a bus at early morning itself. So in order to make him familiar with this routine, for the first few days his brother Ajit also accompanied him. In order to make him familiar with this bus trip to
Shivaji Park. Then during this traveling time, Ajit used to give him so many nonsense regarding batting, and Sachin would listen to that carefully, and throughout his professional career he used to keep a great thing as a treasure, that was the note of thoughts regarding batting given by Ajit to Sachin. This notes of thoughts regarding batting, he kept it as a great treasure, and it also helped him for personal training as a small manual for his personal training. It was a small book which helped him for his personal training also. So as a child he had only one set of cricket clothes, and after the morning session he used to come and wash it, and by the time he is having his lunch, this uniform will get dried in the sun, and after making it dry in the sun, he'll go for the evening session, and when he come back in the evening session, he will wash it again, and then dry it for the next morning. So he found this system, that is, after morning session he will wash it, and in the afternoon it will get dried, and after drying it in the afternoon he will take it for the evening session, and after evening session he will again wash it for the next morning. So this system worked well, and there was only one problem: his pocket will always be wet. The pocket will not get enough time to get dried. So throughout the camp, this Sachin used to play with this uniform with the wet pockets. He didn't get time to dry the pockets. So this system went on, and this camp, by the half of that camp, this Ramakant Arkekar sir watched this Sachin's batting, and he found a great cricketer in Sachin, and he informed Ajit after 2 months that if Sachin is getting training for at least 1 year continuously, he will have the potential to become a good cricketer. So Ajit also agreed to that, but the school in which he is now studying, that is New English School at Bandra, is not having enough cricket facilities. So if Sachin is taking this cricket seriously, the Arkekar sir didn't have any objection in changing the school. So one evening this Ramakant sir telephoned his father and informed that he see a good future in Sachin, and if he is changed the school, he will become a good cricketer. So his brother was also there at that time. So his father and brother decided to change the school if Sachin is willing to take cricket seriously. So his father told him that he has no objection in changing the school to Sharadasram Vidya Mandir, where Sachin will get a lot of practice to become a good cricketer, only if Sachin is taking this seriously. So Sachin agreed that he will try his level best to become a good cricketer, and as a result he was changed to the new school Sharadasram Vidya Mandir from his old school, New English School, and the excess energy
which Sachin had. He channelized it to cricket, which acted as a safety valve in him. So his father always advised him to try his level best without thinking of the results. Without thinking of the results, you have to work hard in order to become a good cricketer. That was his father's advice. So this much portion was taught in the last online class. So all of you please go through that. In page 36 there is a conversation between Sachin and a reporter. So the first blank, Ajit took me to Arkekar sir. So the answer for that question is, who took you to Arkekar sir? That's the answer for the first one. Who took you to Arkekar sir? Next B. I was 11 years old when Ajit took me to Arkekar sir. How old were you? That's the correct response. How old was you? Nalla. How old were you? Was in the past tense were വേണം അവിടെ എഴുതാം. Second blank. How old were you when Ajit took you to Arkekar sir? Next, it was in the Shivaji Park. Where was the camp? The camp was in the Shivaji Park. So the answer for that was, where was the camp? It took 40 minutes from Bandra to reach Shivaji Park. How long would it take to travel from your home to Shivaji Park? So when time is given, how long is used. How long would it take to travel from your home to Shivaji Park? Then by bus. How did you go there? നീ എങ്ങനെയാണ് അവിടെ പോകുന്നത്? അപ്പോൾ സച്ചിനും റിപ്പോർട്ടറും തമ്മിലുള്ള കോൺവെർസേഷനിൽ 5 ബ്ലാങ്ക് ഉണ്ട്. പേജ് 36. ആദ്യത്തിൻ്റെ ആൻസർ, who took you to Arkekar sir? Next one, how old were you when Ajit took you to Arkekar sir? Then where was the camp? How long would it take to reach Shivaji Park from your home? അല്ലെങ്കിൽ how long would it take from your home to Shivaji Park? By bus എന്നാണ് ലാസ്റ്റ് റെസ്പോൺസ്. How did you go there? ഇത്രയാണ് അതിൻ്റെ ആൻസർ. ഇനി നിങ്ങൾക്ക് ക്യാരക്ടർ സ്കെച്ച് ഓഫ് അജിത്ത് ടെണ്ടുൽക്കർ വേണമെങ്കിൽ ചോദിക്കാം. അപ്പം നിങ്ങൾക്ക് അത് എഴുതാം. അജിത്ത് വാസ് എ ലവിങ് ആൻഡ് സിൻസിയർ ബ്രദർ ഓഫ് സച്ചിൻ. He was sincere and earnest. He was confident also. He had a great love for his brother. He realized the good cricketer in Sachin. So he took Sachin to Ramakant Arkekar to his Sharadashram Vidya Mandir, where good coaching is given for cricket. So seeing Sachin batting in many fields, he took his brother Sachin to Ramakant sir, and when Sachin failed to bat, he asked Ramakant sir to give his brother one more chance so that he can bat well, and he also asked Ramakant Arkekar sir to keep some distance away so that his brother can bat well without any tension. So after that this Sachin was able to bat well, and he got training under Ramakant Arkekar sir, and he also took Sachin to the
Shivaji Park, and during the bus journeys he used to give Sachin a lot of nonsense regarding batting. He also gave his brother Sachin a note of thought regarding batting, which Sachin kept as a treasure throughout his professional career. Actually, Sachin considered his brother Ajit's these notes of thoughts regarding batting as a personal treasure, which also helped him in his personal training. This notes of thought acted as a kind of small booklet manual for his personal training also. So his brother also supported Sachin along with his father for changing the school to Sharadasram Vidya Mandir, where Sachin would get good training in order to become a good cricketer. So this his brother Ajit was very confident that his brother will become a good cricketer, and he was the sole inspirator and motivator for Sachin to become a great cricket legend. Like that, you can write a character sketch of Ajit Tendulkar. It's very important. So if conditions are also given for homework, so I will explain the grammar exercises in page number 36 in the next video. Till then, bye children.